قال لا تخافا إنني معكما أسمع وأرى. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സുഹൃത്തുക്കളെ, നമ്മൾ ജബ്ബാറിൻ്റെ വീഡിയോയ്ക്ക് ഉള്ള മറുപടിയിൽ 65-ാമത്തെ പാർട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം ഈ 65-ാമത്തെ പാർട്ടിൽ ഇദ്ദേഹം കൊണ്ടുവരുന്നത് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. മുഴുവനായിട്ട് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ കേട്ടതാണ്. അപ്പോൾ ആ വിഷയത്തിലാണ് ഞാൻ മറുപടി പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കാണ് നമ്മൾ മറുപടി പറയുന്നത്. എന്തായാലും ചെറിയൊരു ഭാഗം അദ്ദേഹം പറയുന്നത് കേൾപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതിന് മൊത്തത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വരികയാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ആ വിഷയത്തിൽ തന്നെ ചർച്ച ചെയ്യാം അദ്ദേഹമായിട്ട്. അതൊന്നും വിഷയമുള്ള കേസല്ല. പക്ഷേ അയാൾ വിഷയത്തിലേക്കൊന്നും വരില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ തന്നെ തുടങ്ങാം. ആദ്യം അദ്ദേഹം പറയട്ടെ, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഒരു രാത്രി കുറഞ്ഞ സമയം കൊണ്ട് മുഹമ്മദിനെ അള്ളാഹു കൊണ്ടുപോയത്. അള്ളാഹു നേരിട്ടല്ല കൊണ്ടുപോയത് ബുറാക്ക് എന്ന് പറയുന്ന ഒരു കൗർ കഴുതയുടെ മുകളിൽ. കൗർ കഴുതയാണോ അതോ കഴുതയാണോ അതോ കുതിരയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം കൂടിയ ചിറകുള്ള ഒരു വെളുത്ത ജന്തുവിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ജിബ്രീൽ എന്ന കൂടിയ ചിറകുള്ള ഒരു വെളുത്ത ജന്തുവിൻ്റെ ഓക്കെ, ഇദ്ദേഹം നമുക്ക് ആദ്യം മുതൽ പരിശോധിക്കാം. അപ്പോൾ കൊണ്ടുപോയ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രായേലിന് കൊണ്ടുപോയ വാഹനത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പറഞ്ഞ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മൃഗത്തെ കൊണ്ടുവരപ്പെട്ടു. അതിനുശേഷം ആ മൃഗത്തിൻ്റെ പ്രത്യേകതകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് സഹീഹ് ബുഖാരിയിൽ 3207, അതായത് 3207 ഹദീസിലും, അതേപോലെ തന്നെ സഹീഹ് മുസ്ലിമിൽ 164 ഹദീസ്, 164 എന്ന ഹദീസിലും, അങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറയുന്നത് ദീർഘമായ ഹദീസുകളാണ്. അതിൽ ഈ മൃഗത്തെ പറ്റി മാത്രം ഞാൻ പറയാം. അതായത് ഒരു വെളുത്ത മൃഗത്തെ എനിക്ക് കൊണ്ടുവരപ്പെട്ടു. അത് കോവർ കഴുതയേക്കാൾ ചെറുതും എന്നാൽ സാധാരണ കഴുതയേക്കാൾ വലുതുമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ സഹീഹ് മുസ്ലിം നമുക്ക് കാണാം, അതിൻ്റെ കണ്ണ് എത്തുന്നിടത്ത് അതിൻ്റെ കാല് എത്തും. അതിൻ്റെ ഒരു സ്പീഡാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുക. ഈ മൃഗത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കഴുതാണെന്നോ കോവർ കഴുതാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു വലിപ്പമാണ് ആദ്യം പറഞ്ഞത്, പിന്നീട് അതിൻ്റെ സ്പീഡാണ് പറഞ്ഞത്. പിന്നെ ഇയാളുടെ വക ചിറകുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതൊക്കെ നമുക്ക് പിടിക്കാം, അവസാനം ഞാൻ പിടിക്കുന്നുണ്ട് ആവശ്യം. കാരണം ഇയാൾ എത്രത്തോളം വായിച്ചിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പൊതുവേ ചില ആളുകൾ പറയപ്പെടുന്ന കാര്യം മാത്രമാണ് ഈ ചിറകുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഏറ്റുപിടിക്കുകയാണ് ഇയാൾ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ആവട്ടെ, ഇയാളൊരു ഖുർആൻ ക്ലാസ് ആണല്ലോ നടക്കുന്നത്. അപ്പോൾ ഇയാൾ ഹദീസ് വായിച്ചു മറ്റേത് വായിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിലെവിടെയാണ് ഇദ്ദേഹം ചിറക് കണ്ടത് എന്ന് ഇയാൾ തന്നെ തെളിയിക്കേണ്ടതുണ്ട്. നമ്മൾ വൈജ്ഞാനിക ചർച്ച ആകുമ്പോൾ അതിലേക്ക് വരിക. ഓക്കെ, നമുക്ക് ഇത്രത്തോളം ഉണ്ട് ഇയാളുടെ വായന, ഇദ്ദേഹത്തിൻ്റെ പഠനം എന്നൊക്കെ നമുക്ക് തെളിയിക്കാൻ കഴിയും ഈ ഒരൊറ്റ വിഷയം മതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇയാൾ പറയുന്ന വിഷയത്തിലേക്ക് നമുക്ക് ക്രോഡീകരിച്ചിട്ട് ബുഖാരി അവതരിപ്പിച്ചതാണ് ഞാനിപ്പോൾ വായിച്ച 2 ഹദീസ്. ഇതിലുള്ള വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഖുർആനിൽ നമ്മൾ ഓതിയപ്പോൾ വായിച്ചത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സായിലേക്ക് രാപ്രയാണം ചെയ്യിച്ചു എന്നാണ്. എന്നാൽ നമ്മൾ ഈ വായിച്ച ഹദീസിൽ എവിടെയും ജെറൂസലേമിലെ ഒരു പള്ളിയിലേക്ക് പോയ കാര്യം പറയുന്നേയില്ല. എന്ന് മാത്രമല്ല, ജെറൂസലേം പള്ളിയിൽ വെച്ച് പ്രവാചകന്മാരെല്ലാവരെയും കണ്ടു എന്നും അവിടെ വെച്ച് പ്രവാചകന്മാരുടെ എല്ലാം ഇമാമായി മുഹമ്മദ് നിസ്കരിച്ചു എന്നും അതിനുശേഷം പ്രവാചകന്മാർ മുഹമ്മദിന് കള്ളും പാലും കൂടെ കൊണ്ടുവന്ന് കൊടുത്തു എന്നും പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പോൾ മുഹമ്മദ് പ്രവാചകന്മാരെ എല്ലാവരെയും കാണുന്നത് മസ്ജിദുൽ അക്സായിൽ വെച്ചാണ്, മുഹമ്മദ് നിസ്കരിക്കുന്നത് മസ്ജിദുൽ അക്സായിൽ വെച്ചാണ്, മുഹമ്മദിൻ്റെ കൂടെ പ്രവാചകന്മാർ നിസ്കരിക്കുന്നത് മസ്ജിദുൽ അക്സായിൽ വെച്ചാണ്, മുഹമ്മദിന് കള്ളും പാലും കൊണ്ടു കൊടുത്തിട്ട് മുഹമ്മദ് നിന്ന് പാല് തിരഞ്ഞെടുക്കുന്നതും മസ്ജിദുൽ അക്സായിൽ വെച്ചാണ്. അതേസമയത്ത് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഹദീസിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആകാശത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. മുഹമ്മദ് മൂസായെ കാണുന്നത് 6ാമത്തെ ആകാശത്ത് വെച്ചിട്ടാണ്. എന്നാൽ വേറെ ചില ഹദീസുകളിൽ മസ്ജിദുൽ അക്സായിൽ വെച്ചിട്ട് മുഹമ്മദ് മൂസായെ കണ്ടു എന്നും മൂസ മുഹമ്മദിൻ്റെ പുറകിൽ നിസ്കരിച്ചു എന്നും പറയുന്നുണ്ട്.
എന്നാൽ വേറെ ചില ഹദീസുകളിൽ മുഹമ്മദ് മൂസായെ കണ്ടത് മൂസായുടെ കബറിൽ വെച്ചാണ് എന്ന് പറയുന്നുണ്ട്. മൂസായുടെ കബറിന്റെ പുറത്ത് ഇരുന്ന് നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ടാണ് മുഹമ്മദ് ആകാശയാത്ര നടത്തിയത് എന്ന് പറയുന്ന ഹദീസുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് എവിടുന്ന് എവിടേക്ക് പോയി ആരൊക്കെ എവിടെ വെച്ചൊക്കെ കണ്ടു എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഹദീസുകളിലെല്ലാം പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത പ്രകടമായ പരസ്പര വൈരുദ്ധ്യങ്ങളോട് കൂടിയാണ് ഹദീസുകളെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ ഹദീസുകളെല്ലാം കൂടെ വാരിക്കൂട്ടി വെച്ചിട്ട് വായിച്ചു നോക്കിയപ്പോൾ ആകെ അന്തം വിട്ടിട്ടാണ് ഇബ്നു കസീർ അതിൽ നിന്ന് മൂപ്പരുടെ സ്വന്തം ഭാഗം ഒരു നിഗമനം മെനഞ്ഞുണ്ടാക്കിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇസ്ലാം ചരിത്രകാരന്മാർ കഥകളുണ്ടാക്കിയതും മദ്രസ പാഠപുസ്തകങ്ങളിലും മറ്റും ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. കാരണം ഇയാൾക്ക് ഉസൂലുൽ ഹദീസ്, അതേപോലെ തന്നെ ഉസൂലുൽ തഫ്സീർ, അതേപോലെ താരിഖ് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ്. കാരണം ഈ ഹദീസുകൾ എങ്ങനെയാണ് അതിൻ്റെ അവലോകനങ്ങൾ നടത്തുക എന്നുള്ളതും അതിൻ്റെ ഒരു നിദാനശാസ്ത്രം എന്താണെന്നും അതേപോലെ തന്നെ തഫ്സീർ എങ്ങനെ വായിക്കണമെന്നും ഇതൊന്നും ഇയാൾക്കറിയില്ല. പക്ഷേ എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിലാണ് ഇയാൾ പൊതുവേ ഇയാളുടെ ഖുർആൻ പഠന പരമ്പര എന്നുള്ളത് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണിത്. കാരണം ഇയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഇസ്രാ മിഅ്റാജ് യാത്ര അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഹദീസുകളൊക്കെ ഇയാൾ വായിച്ചിട്ട് ഇയാൾ ഒരു നിഗമനത്തിലെത്താണ്. എന്നിട്ട് ഇയാൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഇന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു വൈരുദ്ധ്യമാണ് കാണുന്നത്. ഇവിടെ ഉദാഹരണത്തിന് ഇയാൾ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബിയെ ഖബറിൽ അദ്ദേഹം നിസ്കരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ തന്നെ മസ്ജിദുൽ അഖ്സയിൽ അവിടെ പോയിട്ട് നമസ്കരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആകാശത്ത് വെച്ചിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു വൈരുദ്ധ്യമാണെന്നാണ് ഇയാൾ പറയുന്നത്. ശരിക്കും ഈ ഹദീസ് എങ്ങനെയാണ് അതിൻ്റെ നിരൂപണം എന്നുള്ളത് അതെങ്ങനെ ജമ്മാക്കിക്കൊണ്ട് ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് അതിനെ എങ്ങനെ ജമ്മാക്കിക്കൊണ്ട് അത് കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ അവതരിപ്പിക്കണമെന്നുള്ളത് ഇയാൾക്കും അറിയില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയെ കുറ്റം പറയാം. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇബ്നു കസീർ റഹ്മത്തുള്ള ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് വായിച്ചിട്ട് ആകെ പിടുത്തം വിട്ടിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ള അത് ഒരു വിഷയമാക്കിയിട്ട് അതൊരു എന്താ പറയുക ഒരു ചരിത്രം പോലെ ആക്കിയിട്ട് അദ്ദേഹമാണ് അത് ശരിപ്പെടുത്തിയത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിക്ക് മുമ്പ് തന്നെ ഇമാം ഇബ്നു ജരീർ തബരിയുടെ താരിഖിൽ തന്നെ ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയുന്നതായിട്ടുള്ള അധ്യായം തന്നെ ഉണ്ട് ഇസ്രാ മിഅ്റാജ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് തഫ്സീർ പണ്ഡിതന്മാർ ഇയാൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കുറ്റം പറയാം. ഇയാൾക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത് കൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കുറ്റം പറയാം. ഇയാൾക്ക് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിരൂപണം ചെയ്യാൻ എവിടുന്ന പഠിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലായത് ഇയാളുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇത് ഖുറാനിസ്റ്റുകളായിട്ടുള്ള ഖുറാൻ മാത്രമാണ് പ്രമാണമെന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ പെട്ടതാണ് മുസ്തഫ മൗലവി അതുപോലെയുള്ള ആളുകളൊക്കെ. അപ്പോൾ ഇയാൾ തന്നെ അകംപൊരുൾ എന്ന് പറഞ്ഞാൽ മുസ്തഫ മൗലവിയുടെ ഖുർആൻ തഫ്സീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രകാശനം 2ാം വോളിയോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ ഇയാൾ തന്നെ പങ്കെടുക്കുന്നതായിട്ടുള്ള ഇയാളും യാഗത്തിലൊക്കെ പങ്കെടുക്കുന്നതായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളാണ് ഇയാൾ ഇങ്ങനെ കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത്രത്തോളം കേട്ടതെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഇയാൾ മൊത്തത്തിൽ ഹദീസിനെ അങ്ങനത്തെ തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഹദീസുകളിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് ഈ സംഭവം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഈ മക്കയിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. ആരാണ് കൊണ്ടുപോകുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മൃഗത്തെയും കൊണ്ടുവരുന്നു. അതിൻ്റെ പ്രത്യേകതയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മൃഗത്തിൻ്റെ പുറത്ത് കയറുന്നു. അതിൻ്റെ സ്പീഡ് നമ്മൾ കണ്ടു. ബുറാക്ക് എന്ന് പറഞ്ഞാൽ ബർറ് എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ബർറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിന്നൽ എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതിൻ്റെ സ്പീഡിനെയാണ് ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താവട്ടെ, അപ്പോൾ അതിൻ്റെ സ്പീഡും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ കണ്ണെത്തുന്നിടത്ത് കാലെത്തും. അതായത് ഈ മിന്നലിൻ്റെ സ്പീഡാണ് അല്ലെങ്കിൽ ലൈറ്റ് സ്പീഡാണ് അതിന് എന്നാണ്. അതായത് 1 മാസത്തെ വൈദൂരം ഉണ്ട് ഏകദേശം മക്കയിൽ നിന്നും ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവിടെ എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആ പോകുന്ന വഴിയാണ് നമ്മൾ നോക്കുന്നത്.
പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതാണ് ആരെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഖബറിൽ നമസ്കരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ എത്തുന്നു? മസ്ജിദുൽ അഖ്സയുടെ അവിടെ എത്തുന്നു. അവിടെ വെച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നു. അവിടെ എല്ലാ പ്രവാചകന്മാരും എത്തുന്നുണ്ട്. ആ പ്രവാചകന്മാർക്കൊക്കെ ഇമാമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നമസ്കരിക്കുന്നത്. അപ്പോൾ ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആരുണ്ട്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഉണ്ട്. ഇത്രയൊക്കെ ചെയ്യുന്ന ഇത്രയൊക്കെ കാണിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന് എന്തുകൊണ്ട് മൂസാ നബിയെ തൻ്റെ ഖബറിൻ്റെ അവിടെ നിന്നും ഇവിടേക്ക് എത്തിക്കാൻ കഴിയില്ല? അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കാം. പിന്നീട് ഇയാൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ നേരെ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നേരെ മിറാജിലേക്ക് പോയി. ഇത് കഴിഞ്ഞിട്ടാണ് മിറാജിലേക്ക് പോകുന്നത്. അവിടെ ഈ മൃഗവുമായിട്ട് അവിടെ എത്തുന്നു. അവിടെ ഒരു സ്ഥലത്ത് മൃഗത്തെ കെട്ടിയിടുന്നു. അതിനുശേഷമാണ് മെഹറാജ് കൊണ്ടുവരപ്പെടുന്നത്. മെഹറാജ് എന്ന് പറഞ്ഞാൽ ഏണി എന്നാണ് അതിനർത്ഥം. അപ്പം അത് ഏത് രീതിയിലാണ് എന്ന് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സമയത്തിന് ശേഷം മെഹറാജ് കൊണ്ടുവരപ്പെട്ടു. അതിൽ ആണ് ആര്? പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും യാത്ര ചെയ്യുന്നത്, നേരെ ആകാശത്തേക്കുള്ള യാത്ര. അതാണ് ആകാശ ആരോഹണം എന്ന് പറയുന്നത്, മെഹറാജിന്. അപ്പോൾ ഇസ്രായിൽ എടുത്തിട്ട് നേരെ മെഹറാജ്, ഇത് രണ്ടും കൂടി കൂട്ടി കലർത്തിയിട്ട് ഇയാൾ അങ്ങോട്ട് ജമ്മാക്കാണ്. ശരിക്കും രണ്ട് സംഭവങ്ങളാണെങ്കിലും ഒരു സമയത്ത് നടന്നതാണെങ്കിലും ഇത് ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് നടന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ആരെ കാണുന്നുണ്ട്? മൂസാ നബിയെ അവിടെ കാണുന്നുണ്ട്. ഇദ്ദേഹം പോകുമ്പോഴൊക്കെ ഇതൊക്കെ അള്ളാഹുവാണ്, ഒരു അത്ഭുത കാഴ്ചകളാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. എല്ലാം അത്ഭുത കാഴ്ചകളാണ്. ഏതൊരു മനുഷ്യനും കഴിയുന്ന കാര്യമല്ല, ഇത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇതിനൊരു പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം പിതൃവ്യനായിട്ടുള്ള അബൂ ത്വാലിബ് മരണപ്പെടുകയും അതിനു മുമ്പായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുകയൊക്കെ ചെയ്ത് ആ ഒരു വിഷമത്തിലും, അതേപോലെ തന്നെ മക്ക നിവാസികൾ തീരെ അങ്ങോട്ട് എടുക്കുന്നില്ല, പല പീഡനങ്ങളും, അതേപോലെ തന്നെ തായിഫിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്നും പീഡനങ്ങളൊക്കെ, ആ സമയത്ത് വളരെ മനോവിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഹിജ്റക്ക് 1 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഈ സംഭവമാണ് എന്ത് ചെയ്യുന്നത്, പല ഹദീസുകളിലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹദീസുകളിലൊക്കെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പോകുന്നു, മസ്ജിദുൽ അഖ്സയുടെ ആ പരിസരത്ത് എത്തുന്നു, അവിടെ വെച്ച് നമസ്കരിക്കുന്നു, അവിടെ നിന്നും നേരെ മിറാജ് ആകാശയാത്ര നടത്തുന്നു. ഇത് 2 സൂറത്തുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ഇസ്രായിൽ 17-ാമത്തെ അധ്യായം 1-ാമത്തെ വചനവും, അതേപോലെ തന്നെ സൂറത്ത് നജ്മ് 53-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള വചനങ്ങളും ഈ വിഷയങ്ങൾ, അതായത് മിറാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സൂറത്ത് നജ്മിൽ നമുക്ക് വിശദമായിട്ടില്ലെങ്കിലും ചില സൂചനകൾ അതിലേക്ക് നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹദീസുകൾ കൊണ്ട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയങ്ങളൊക്കെ ഇതെങ്ങനെയാണ് നടന്നതെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. പിന്നെ ഇയാൾ മറ്റേ ഹദീസ് വായിച്ചു, ഹദീസിലെവിടെ ചിറകുള്ള ജീവികൾ അന്ന് കാണിച്ചു തരണം നിങ്ങൾ. പിന്നെ അടുത്ത ഇയാൾ പറഞ്ഞ വേറൊരു തെറ്റിദ്ധരിപ്പിക്കൽ പറഞ്ഞാൽ, ഈ പ്രവാചകന്മാർ മദ്യം പാലും കൊണ്ടുവന്നു, അങ്ങനെ ഹദീസിലില്ല. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് മദ്യവും പാലും നിറച്ച 2 കോപ്പകൾ കൊണ്ടുവന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഇയാൾ പറഞ്ഞ വൈരുദ്ധ്യമെന്ന് ഇയാൾ പറഞ്ഞ മൂസാ നബിയെ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടതായിട്ടുള്ളത്, അത് 3 സ്ഥലത്തും കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ പ്രശ്നം? അതുകൊണ്ട് ഒന്നും നടന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരാളെ 3 സ്ഥലത്ത് കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അള്ളാഹുവാണ് ഈ സൃഷ്ടാവ്. ഇതെല്ലാം സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിന് ഇതിനൊന്നും കഴിയില്ല എന്നൊറ്റ വാദമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ വല്ല വാദവും അത് നിങ്ങൾ പൊതുവെ പറയുന്ന വാദമാണല്ലോ. അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ അവിടെ വെക്കട്ടെ. നമ്മളിപ്പോൾ ഇത്രയും വായിച്ചതിൽ നിങ്ങൾ പറഞ്ഞ ഒരുപാട് തെറ്റുകൾ ഞാൻ പറഞ്ഞു. ചിറക് നിങ്ങൾ എവിടെയാണ് കണ്ടത്?
ബുറാക്കിന് ചിറകുണ്ട് നിങ്ങൾ എവിടെ കണ്ടു? അത് നിങ്ങൾ മറുപടി പറഞ്ഞു. രണ്ടാമത് പ്രവാചകന്മാർ ആണ് നബിക്ക് ഇത് കൊണ്ടുകൊടുത്തത് എന്ന് പറഞ്ഞു, മദ്യം അല്ലെങ്കിൽ പാലും. അതെവിടെ? പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിക്ക് ഇത് ഹദീസുകൾ വായിച്ചപ്പോൾ ആകെ പ്രശ്നമായിട്ട് അദ്ദേഹം ഒരു ചരിത്രം ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി എപ്പോഴാണ് വരുന്നത്? അതിന് മുൻപുള്ള ഇബ്നു ജരീർ തബരി, അപ്പം തബരിയുടെ ഗ്രന്ഥത്തിൽ തന്നെ അത് കാണാം. അതൊന്നും ഇദ്ദേഹം കണ്ടിട്ടില്ല. അപ്പം അദ്ദേഹം അതിന് മുമ്പും ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും പോട്ടെ. അപ്പം ഇതൊക്കെ കിടക്കേ ഇയാളെങ്ങനെ ഇതൊക്കെ പറയാം? അപ്പം ഇയാളുടെ ഒരു നിഗമനങ്ങളും അതേപോലെ ഭാവനകളും മാത്രമാണ് ഈ ഖുർആൻ ക്ലാസ്സിലൂടെ ഇയാൾ അവതരിപ്പിക്കുന്നതെന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞത് കൃത്യമാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ടൊരു ലേഖനം ഇതിനു മുമ്പ് എഴുതിയ ഒരു ലേഖനമുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ബുറാക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ വിഷയത്തിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ഭൂരിഭാഗം വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാളുടെ ഒരുപാട് ഭാവനകളാണ് വീഡിയോയിൽ പറയുന്നത്. അതൊന്നും നമുക്കിപ്പോൾ ഭാവനകൾക്ക് ഉത്തരമൊന്നും നൽകാൻ നമുക്ക് കഴിയില്ല. അത് സ്വന്തമായിട്ട് ഓരോരുത്തർ ഭാവന ഉണ്ടാക്കിയിട്ട് ഓരോ കഥ പറയുക, ഇനി നമ്മൾ ഉത്തരം പറയാൻ നടക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ഈ വിഷയത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചിറകുണ്ട് എന്ന് ഇയാൾ വായിച്ചു എന്നാണ് ഇയാൾ പറഞ്ഞ ഹദീസുകളൊക്കെ വായിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ചിറകുണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിക്ക് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാക്കി, അതിനു മുമ്പ് ആരും അങ്ങനെ ഉണ്ടാക്കിയില്ലേ എന്നൊരു ചോദ്യം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മദ്യവും അതേപോലെ പാലിൻ്റെ കോപ്പയും ആരാണ് കൊണ്ടുവന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നിൽ ആരാണ് കൊണ്ടുവച്ചത്? അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്ന് കൃത്യമായിട്ട് ഹദീസുകളിലുണ്ട്. ഇദ്ദേഹത്തിന് എവിടെ നിന്നും പ്രവാചകന്മാർ കൊണ്ടുവന്നു എന്നുള്ളത് കിട്ടി. ഈ വരുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാവനകൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളും ഹദീസുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടും. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. മറ്റേ കള്ളങ്ങളൊക്കെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവനകളൊക്കെ നമുക്ക് എങ്ങനെ പിടിക്കാൻ കഴിയുക? അത് അയാൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നതെന്നൊക്കെ. അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല, അയാൾക്ക് തോന്നുന്ന അയാൾ പറയട്ടെ. അപ്പം എന്തായാലും ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ഞാൻ നിർത്തുകയാണ്. വാഹിദ് ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.